ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് കോച്ച് ബൈ ലിറ്റി ലോകനാഥിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോ കുറേ പേർക്ക് കാണാൻ കഴിഞ്ഞു. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നു. അതിൻ്റെ ഒരു ത്രില്ലിലും സന്തോഷത്തിലുമാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ അതിൽ പരാമർശിച്ച അതേ പുഴയിലേക്ക് വന്നെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പുഴയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ, ഗ്രീനറിയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ, അതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വെറുതെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നോക്കൂ, എത്ര സുന്ദരമായ കാഴ്ചയാണെന്ന് നോക്ക്. നമ്മുടെ ചുറ്റും ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഹാർഡ്ലി അത്രയേ ഉള്ളൂ. എത്ര സുന്ദരമായ സ്ഥലമാണെന്ന് നോക്ക്. ഇതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ വെറുതെ കാശ് മുടക്കിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നത്. എനിക്ക് അനുഭവമുണ്ട്, ഒത്തിരി പേര് പറഞ്ഞും അറിയാം. അപ്പോൾ യെസ്റ്റർഡേ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഓരോ ദിവസവും നമ്മൾ ഇത് കാണാനായിട്ട് നമുക്കുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങളിലോ പെടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജ്ജം നമുക്ക് കിട്ടും. ഇതാ പുറകിൽ കാണുന്നത് നമ്മുടെ ഓലയാണ്. ആ ഓലയിൽ എന്നെ കൊണ്ടുവന്ന ആൾ ഇവിടെ ഉണ്ട്. മൂപ്പരെന്നാണ് ഞാൻ പറയുന്നത്. കോഴിക്കോടുകാർ മൂപ്പരെന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ നോക്കൂ, കണ്ടോ, ആമ്പലുകൾ കാണാം. എന്ത് സുന്ദരമായ കാഴ്ചയാണെന്ന് നോക്ക്. ഇതിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ മുഴുവൻ ഇങ്ങനെ നിറയും. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞു. അവൾ സർക്കാസ്റ്റിക്കായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് അവളെ വിളിക്കൂ എന്നൊരു ചെറിയൊരു വാശിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറൊരു സുഹൃത്ത്, അവൻ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സബ്സ്ക്രൈബർ അവനാണ്. അപ്പോൾ 2 കൂട്ടർക്കും ഒരേപോലെ താങ്ക്സ് പറയാം. കാരണം 2 പേരും ഒരേപോലെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുക, എല്ലാത്തിലും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളത്, അതേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള കാര്യം. അതിൽ വേദനയുടെയും സന്തോഷത്തിൻ്റെയും കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സ് മാറി മറിയുന്നത്. അപ്പോൾ മനസ്സാണ് എല്ലാത്തിൻ്റെയും ആധാരം. നമുക്ക് ഗ്രീനറിയെക്കുറിച്ച് പറയാം. അപ്പോൾ സയൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് വ്യക്തമാക്കുന്നത് ഗ്രീനാണ് നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കളറെന്നാണ്. അപ്പോൾ ഓർത്ത് നോക്ക്, നമുക്ക് എന്ത് ഭാഗ്യമാണ് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത്, അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. നമ്മൾ ഈ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈ ഫീലിംഗ് ഉണ്ട്, അല്ലേ? അപ്പോൾ പണ്ട് പറയും, പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ അവരൊരു ജനലിൻ്റെ അടുത്ത് വേണം ഇരുന്ന് പഠിക്കാൻ. കാരണം എന്താണ്? എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ പച്ച നിറമാണ്. ഓഫ് കോഴ്സ് അത് ഒരു മാറ്റവും. പിന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട കാര്യം പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ നിന്ന് പറയാനായിട്ട് എന്നെ കൊണ്ടുവന്ന ആളിനെ കൂടാതെ ഒത്തിരി പേര് ഇതിന് പുറകിലുണ്ടല്ലേ. എൻ്റെ ഈ പ്രായം വരെ എന്നെ പരിപാലിച്ച എല്ലാവരും, ഞാൻ പോകുന്ന ഇടവഴികളിൽ, ഞാൻ പോകുന്ന അവിടുന്നൊക്കെ വരാവുന്ന അപകടങ്ങൾ ഒക്കെ തരണം ചെയ്യാൻ എന്നെ സഹായിച്ച അൾട്ടിമേറ്റ് പവർ, ആ ഹയർ കോൺഷ്യസ്നെസ് ഉണ്ട്. എന്നെ ഇത്രയും എനർജറ്റിക് ആയിട്ട് നിർത്തുന്ന എൻ്റെ ചുറ്റുമുള്ളവരുണ്ട്, എൻ്റെ ചിന്തകളുണ്ട്, എൻ്റെ പഠിപ്പുകളുണ്ട്. പിന്നെ മോറോവർ എൻ്റെ ഫാദർ ഇപ്പോൾ വീട്ടിൽ മൂപ്പിലാനെല്ലാം അടുക്കളയിലൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇപ്പോൾ എറണാകുളത്ത് പോയിരിക്കുകയാണ്. എൻ്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ കമ്പാരിസൺ ഒരു പരിധിവരെ നല്ലതാണ്. മറ്റൊരാളിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഹൗ മച്ച് ലക്കി ഐ ആം എന്നുള്ളത് തോന്നൽ വേണം. നോക്കൂ, കണ്ടോ, എന്നെ കാണുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു നീലപ്പൊന്മാൻ ഇങ്ങനെ പറക്കും. അതൊരു ഗുഡ് ഒമനാണ്. അപ്പോൾ ഈ ഒമൻ അല്ലെങ്കിൽ നിമിത്തങ്ങളെപ്പറ്റി ചിന്തകരും എഴുത്തുകാരും ഒക്കെ ഒത്തിരി പറയാറുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു കാഴ്ച കാണുന്നു, ഇറ്റ്സ് എ ഗുഡ് ഒമൻ, ബാഡ് ഒമൻ. ഇത് ഗുഡ് ആൻഡ് ബാഡ് ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്നാണ്. യെറ്റ് ഗുഡായിട്ട് നമുക്ക് തോന്നുന്നതിനെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള ഉണർവ് തരും. അപ്പോൾ ഈ നീലപ്പൊന്മാനെ കാണുമ്പോൾ ഈ അനദർ കളർ ബ്ലൂ, അല്ലേ? ബ്ലൂ നമ്മുടെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അനന്തതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ എനർജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈവായിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഗ്രീനിൽ, ബ്ലൂ ഇൻ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു അനദർ ലൈവ്ലിനെസ് ആണ് അത് തരുന്നത്.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ കമ്മലൊക്കെ നേരെ ഇട്ടോട്ടെ. ഈ കമ്മലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ 50 രൂപയ്ക്ക് മുട്ടായിത്തെറിയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. അത് എനിക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ്. കണ്ടോ, ഈ ഗ്രീനും പിങ്കും നിറമുള്ള സ്റ്റോൺസ് വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കണ്ടോട്ടെ. കൂടുതലും ഇപ്പോൾ സ്റ്റിൽ ഈ ടൈം വരെ ഞാൻ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ ഒരു തവണ മറ്റോ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവർ അത് കുളമാക്കി തന്നിട്ടുമുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പഠിച്ചുകൊണ്ട് എൻ്റെ അമ്മ ഈ ഒരു പ്രായം വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല. അപ്പോൾ കൂടുതൽ അതിനെ പറ്റിയിട്ട് ഞാൻ വറീഡ് ആവാറുമില്ല. കാരണം എഗെയിൻ സൈക്കോളജി പറയുന്നതാണ്, കണ്ടന്റഡ് ആയിട്ടുള്ള സന്തോഷവതികളായ സ്ത്രീകൾ അധികം മേക്കപ്പ് ചെയ്യാറില്ല. മനസ്സ് തകർന്നു പോയവരാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് ഓരോരുത്തരുടെ കണ്ടെത്തലുകളാണ് കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ്. എഗെയിൻ ഒന്നുകൂടെ കാണിക്കാൻ നമ്മുടെ മാമ്പുഴയാണ്. ഇത് ഇപ്പോൾ തന്നെ നിറയും. അപ്പോൾ ഏകദേശം 5 മിനിറ്റൊക്കെ ആയി. ടുഡേ ഐ ഫീൽ സോ ഹാപ്പി ഹിയർ ആൻഡ് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ അബൌട്ട് ദ ബ്രെയിൻ, ദ ഇമോഷൻസ് ആൻഡ് ദ ബ്ലെസ്സിങ്സ് ദാറ്റ് വി ആർ ഓൾ എൻജോയിങ് എവറി ഡേ. നമ്മുടെ സ്മൈല് പോലും അല്ലേ, നമുക്ക് ചിരിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മസിൽസ് റിലാക്സ്ഡ് ആകുന്നത്. നമ്മുടെ ഫേസിലും നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ സ്മൈലാണെന്ന് പറയും. അപ്പോൾ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നൊരു അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ദേ ആർ ഫ്രൗണിങ് എന്നാണ്. കുട്ടികളുടെ അടുത്ത് കഴിയുമ്പോൾ അവർ അങ്ങനെ ചിരിക്കാറില്ല. അവരുടെ പരിഭവം എന്ന് പറയുന്നത് ഇവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ആ ചിരി എന്ന് പറയുന്നത്, നമ്മുടെ ചിരി ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. വി ഷുഡ് സ്മൈൽ നാച്ചുറലി അല്ലേ. അതും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ ബന്ധുക്കാരെയും കൂട്ടുകാരെയും കാണുമ്പോൾ മാത്രമേ നമ്മൾ സ്മൈൽ ചെയ്യാൻ പാടുള്ളൂ. തെറ്റാണ്, ഒരു വലിയ തെറ്റാണ്. ഒരു പുഞ്ചിരി നമ്മൾ രാവിലെ ഒരാൾക്ക് സമ്മാനിക്കുക, നമുക്കൊരു ചെലവുമില്ല അല്ലേ. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നൊരു വികാരം എന്താണ്? ഐ ഗോട്ട് അക്നോളജ്ഡ് ബൈ സമ്മൺ അല്ലേ. എന്നെ ഒരാൾ കണ്ട് ചിരിച്ചു. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഗോയിങ് ടു മേക്ക് വൺസ് ഡേ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വഴിയിൽ ഞാൻ ആരെങ്കിലും കണ്ട് ചിരിച്ചാൽ, പണ്ട് ഞാൻ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ, പഠിക്കുന്ന പ്രായത്തിൽ ഇതൊന്നും അല്ലായിരുന്നു. കാരണം വളരെ ഇൻട്രോവേർട്ടായിട്ട് വളരെ ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു പ്രകൃതമുള്ള എനിക്ക് ഞാനങ്ങനെ ചിരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അറിയാവുന്ന അറിവ് നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ്. അപ്പോൾ ചിരിക്കുക കേട്ടോ. ചില കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിരിക്കത്തില്ല, ഞാൻ ചിരിക്കും. അപ്പോൾ എന്നോട് അടുത്തുള്ളവർ ചോദിക്കും, അവർ നിന്നെ അറിയാവുന്ന ആളാണോ അതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് ഈ ഭൂമിയിൽ അറിയാൻ വയ്യ എന്നുള്ളൊരു കാര്യമേ ഇല്ല. നമ്മളിവിടെ ഒരു ഷോർട്ട് ടൈമിന് ഇവിടെ വന്നു, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കുറച്ച് പേർക്ക് നമ്മൾ എന്ത് കൊടുത്തു? അറ്റ്ലീസ്റ്റ് ഒരു ചിരിയിലൂടെയെങ്കിലും, മുടി ഇവിടെ കുറച്ചിങ്ങനെ ചുരുളി നിൽക്കുന്നൊന്ന് നേരെ വെക്കട്ടെ, അറ്റ്ലീസ്റ്റ് അവർക്കൊരു ചിരിയിലൂടെയെങ്കിലും നമ്മളൊരു മോട്ടിവേഷൻ കൊടുത്തു. ഒരാളെ ഒരു ദിവസം മോട്ടിവേറ്റഡ് ആക്കുക. അവർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് നമ്മുടേതായ പരിധിയുണ്ട്. പക്ഷേ നമുക്കൊരു ചിരി സമ്മാനിക്കാം അല്ലേ. അപ്പോൾ അധികം ചിരിക്കരുത് എന്നൊക്കെ നെവർ മൈൻഡ് അല്ലേ. നമുക്ക് അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൽ ലീസ്റ്റ് ബോധേഡ് ആകുന്ന നിമിഷത്തിലാണ് നമ്മൾ അൾട്ടിമേറ്റ് ഫ്രീഡം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആളും വേണം കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ മാഡ്നസ്സിന് കൂട്ട് നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് മേ ബി ബിക്കോസ് ഓഫ് മൈ ബിഹേവിയർ ഫോർ ദ ലോങ് ഇയേഴ്സ് ആയിരിക്കും. ഇപ്പോൾ വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ ലിറ്റി എന്ന് പറഞ്ഞ് കൂടെ വരാനായിട്ട് മൂപ്പറുണ്ട്. അപ്പോൾ സോ ദാറ്റ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി. അങ്ങനെ ആക്കി മാറാൻ ഞങ്ങളൊരു 19 വർഷത്തെ ഭഗീരഥ പ്രയത്നം കഴിഞ്ഞിട്ടാണ്. അതിലൂടെ ഞങ്ങൾ രണ്ടുപേരും പലതിലൂടെയും കടന്നു വന്നിട്ടാണ്, പല അഗ്നിപരീക്ഷകളിലൂടെയും കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇതിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് എനിക്ക്. വീട്ടിലെ കാര്യങ്ങൾ, അബൌട്ട് ദ നപ്ഷ്യൽ റിലേഷൻഷിപ്പ്, ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്പൗസ്, in your home, outside,
അല്ലേ? ഇപ്പോൾ ഈ ഒരു ഗ്രീനറിയിൽ കയ്യും പിടിച്ച് നടക്കാൻ ഒരാളിന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. ആരും നമുക്ക് കൊണ്ട് തരത്തില്ലതാ നീ സന്തോഷിച്ചോന്ന് പറഞ്ഞു. ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ. ഹാപ്പിനെസ് ഷുഡ് കം ഫ്രം വിത്തിൻ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസം ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീനറിയെ ഇഷ്ടപ്പെടുക, കേരളത്തിനെ ഇഷ്ടപ്പെടുക, നന്മകളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. നിങ്ങളുടെ ലിറ്റി ലോകനാഥ്, ലൈഫ് കോച്ച് വിത്ത് ലവ്. താങ്ക് യു സോ മച്ച്.